അതിന്റെ ഇടയിൽ ആരടാ കിടന്ന് പറഞ്ഞു സുഖിച്ച് കളിച്ച് വന്നോണ്ടിരിക്കുന്നു ഞാൻ. ഹലോ അഡ്വക്കേറ്റ് ഫ്രാങ്ക്ലിൻ, യെസ്, പേപ്പറൊക്കെ കളക്ട് ചെയ്തായിരുന്നോ? പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഭാഗം വെക്കുന്നത്? ഭാഗം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ വിൽഫ്രെഡിന് ഉച്ചക്കടയിലുള്ള തട്ടുകടയും പച്ചക്കറിത്തോട്ടവും, ഓക്കെ. ഇളയ മോൻ ടോണി കുരിശെങ്കലിന് നമ്മുടെ കട്ടപ്പനയിൽ കട്ടപ്പുറത്തിരിക്കുന്ന കാറും ബംഗ്ലാവും. ഓക്കെ, ഈ മക്കളൊക്കെ എവിടെയാണ്? അവരൊക്കെ അങ്ങ് സ്റ്റേഷനിലാ കിടക്കുന്നേ. അയ്യോ, ഈ കൊച്ചു കുട്ടികൾക്ക് ഇത്രയും സമ്പത്തൊക്കെ എഴുതി കൊടുക്കണോ? എങ്ങനെ? അല്ല, രണ്ടു മക്കളും സ്ലേറ്റിൽ കിടക്കുന്നു പറഞ്ഞു. കൗണ്ടറിന് നല്ല ദാരിദ്ര്യമുണ്ടല്ലേ? ഉണ്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ സാധനം അടിച്ച് കയറ്റി വിടത്തില്ലല്ലേ? പിന്നെ ബാക്കി വരുന്ന വസ്തുക്കളൊക്കെ എന്റെ ടുട്ടുവിന് കൊടുക്കണം. ആരാണ് ഈ ടുട്ടു? എന്റെ ഹസ്ബൻഡ്. അയ്യോ, നിങ്ങളുടെ ഹസ്ബൻഡ് 20 വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയി, നിങ്ങൾ ഉപേക്ഷിച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ, ആദ്യത്തെ ലിവിംഗ് ടുഗദർ നമ്മളാണ് കേരളത്തിൽ. അപ്പോൾ ഞാനും വിൽഫ്രെഡും വീണ്ടും ലിവിംഗ് ടുഗദറിലൂടെ ബന്ധം സ്ഥാപിച്ച വീട്ടുകാരും മറ്റൊരും അറിയാതെ ഒളിച്ച് താമസിക്കുകയായിരുന്നു രണ്ടു മക്കളുമായിട്ട്. അതുകൊണ്ട് ബാക്കി വരുന്ന കടലപ്പട്ടാണി പിള്ളേർക്ക് അങ്ങ് എഴുതി കൊടുക്കണം. എന്തോന്ന്? കടലപ്പിട്ടാണി, അവരെ പറ്റോണി. ആ സാധനം പുള്ളിക്കങ്ങ് എഴുതി കൊടുക്കണം. ഹസ്ബൻഡ് ഗൾഫിൽ തന്നെയല്ലേ? എപ്പോ വരും? തിങ്കളാഴ്ച. അതെയോ? സാറിന് ഇതിലും വേണോ? ഹേയ്, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്നാ ശരി, പോട്ടെ. ശരി ശരി. ശ്യാമളെ വരൂ. എന്താ സാറേ? അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോ നല്ല ഈത്തപ്പഴം കിട്ടില്ലേ? 2 കിലോ കൊണ്ടുവരാൻ പറയൂ. അല്ല, നിർബന്ധമില്ല. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാട്ടാ. എന്തേ? സാറിന് ഈന്തപ്പഴം നിർബന്ധമില്ലാന്ന്. നല്ല തമാശ. എന്നെ ആരെങ്കിലും പിടിച്ചേൽപ്പിക്കണം. ഞാൻ നിന്നെ പിള്ളേരെപ്പിടുത്തക്കാർക്ക് പോലും വേണ്ട, പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാനാ? പിള്ളേർപ്പെടുത്തല്ലേ, ഏതൊരു പെണ്ണിന്റെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കണം. എനിക്ക് കല്യാണം കഴിപ്പിക്കണം. എനിക്ക് പറ്റത്തില്ല, തൊഴിലുറപ്പിന് ചോദിച്ചു വന്ന് എനിക്ക് അതിനോട് ചെലവിന് കൊടുക്കാൻ. അപ്പൊ അങ്ങനെയാണോ അമ്മ കരുതി വെച്ചിരുന്നത്? അതെന്താ, നീ ജോലിക്ക് പോകുന്നുണ്ടോ? പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് വന്നിട്ട് രാത്രി എടപ്പോണം പമ്പി കൂടെ നിന്നാ പോരെ?